നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അടുത്ത രാഷ്ട്രീയ പാരഡി ഗാനം പണിപ്പുരയിലാണെന്ന് വിവാദമായ പോറ്റിയെ കേറ്റിയെ എന്ന ഗാനത്തിന്റെ രചയിതാവ് GP കുഞ്ഞബ്ദുള്ള. പിണറായി സർക്കാരിനെതിരെയുള്ള സത്യസന്ധമായ വിലയിരുത്തലാണ് വരികളെന്നും അദ്ദേഹം ദുബായിൽ ജയ്ഹിന്ദ് ന്യൂസിനോട് പറഞ്ഞു. അതേസമയം തനിക്കെതിരെ പോലീസ് കേസ് വന്നപ്പോൾ കേസ് നടത്താൻ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത പന്തളം കൊട്ടാരത്തിലെ കുടുംബാംഗമായ പ്രവാസി ഉദയവർമ്മയെ അദ്ദേഹം ദുബായിൽ നേരിട്ടെത്തി നന്ദി അറിയിച്ചു. ദുബായിൽ നിന്നും ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡ് എൽവിസ് ടുമാറിനൊപ്പം GP കുഞ്ഞബ്ദുള്ള ചേരുകയാണ്. പോറ്റിയെ കേറ്റി എന്ന ഒരൊറ്റ ഗാനത്തിലൂടെ ലോകത്ത് തരംഗം സൃഷ്ടിച്ച എഴുത്തുകാരൻ, ഗാനരചയിതാവ്, പ്രവാസി, ഖത്തറിലെ മലയാളി GP കുഞ്ഞബ്ദുള്ള നമ്മോടൊപ്പം ചേരുകയാണ്. ഏറ്റവും ഒടുവിൽ CPMന്റെ വിലയിരുത്തൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പ്രധാന കാരണം ഈ പാരഡി ഗാനം കൂടിയാണെന്നാണ് CPM വിലയിരുത്തൽ. അത് അവർക്കിപ്പോൾ ഈ ഭരണം അവസാനിക്കും എന്നുള്ളൊരു ഭയമുണ്ട്. ആ ഭയം അവർക്കുണ്ടാകുന്നത് കോൺഗ്രസ് പോലെയല്ല. അവരുടെ പാർട്ടി അവരെവിടുന്നെങ്കിലും ഭരണത്തിൽ നിന്ന് പോകുന്നതോടുകൂടി അവർ ഇല്ലാണ്ടാവണം. അതിൻ്റെ ദൃഷ്ടാന്താണ് പശ്ചിമ ബംഗാളും ത്രിപുരയും. അതെ, ആ ഭയത്തിന് അവരാദ്യം സമരം ചെയ്ത ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. അതെ, ഇപ്പം അവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരായിട്ടാണ് നിൽക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ അധികം നാളുകളില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഗംഭീരമായ പാട്ട് അങ്ങയുടെ പണിപ്പുര ഒരുങ്ങുകയാണെന്ന് അറിയുന്നത്. ഞാൻ 35 വർഷമായിട്ട് UDFന് വേണ്ടി പാട്ട് എഴുതാറുണ്ട്. അതൊന്നും ആരും ആവശ്യപ്പെട്ടില്ല. എൻ്റെ ഒരു സംഭാവന, ഒരു കോൺഗ്രസ്സുകാരെന്നുള്ള നിലയ്ക്ക് ഞാൻ എപ്പോഴും പാട്ട് സംഭാവന ചെയ്യാറുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ FIR വന്നപ്പോൾ അങ്ങ് ഉപയോഗിച്ച ഒരു കേസിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നത് മതവിശ്വാസത്തെ, മതവികാരത്തെ വ്രണപ്പെടുത്തിയ വാക്കുകളെന്നാണ്. അങ്ങയുടെ എഴുത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ മനസ്സിദ്ധിച്ചിരുന്നോ, അതോ മനഃപൂർവ്വമായി ഇത് മതവികാരത്തെയാണോ അതോ CPM വികാരത്തെയാണോ വ്രണപ്പെടുത്തിയത്? ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ ഏറ്റവും മുന്നിലുള്ള ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ സമൂഹമാണ്. അപ്പോൾ അവരുടെ ഇടയിൽ അവരുടെ ഒരു ആരാധനാലയം കൊള്ള ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് മുറിവേൽക്കും. അതിന് ശക്തമായി പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുസൽമാൻ്റെ കടമയാണ്. അങ്ങേ വിവാദം വന്നപ്പോൾ അങ്ങ് ഏറ്റവും കൂടുതൽ വിളിച്ച് സപ്പോർട്ട് ചെയ്തത് ദുബായിൽ നിന്നുള്ള പന്തളം കൊട്ടാരത്തിലെ അംഗമാണ് ഉദയവർമ്മ തമ്പുരാൻ. അവരുടെ ആ കോളും അദ്ദേഹത്തെ അങ്ങ് നേരിൽ കണ്ടിരിക്കുകയാണ്. എനിക്കൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ എന്നെ ആദ്യം വിളിച്ചത് വർമ്മജിയാണ്. എനിക്കൊരു 2 പേര് ഗാനം ഒന്ന് പാടാമോ? പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ, സ്വർണ്ണപ്പാളികൾ മാറ്റിയെ, പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ, സ്വർണ്ണപ്പാളികൾ മാറ്റിയെ, ശാസ്താവിൻ ധനമൂർത്തിയെ, സ്വർണം കണ്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പായി ഇതിനേക്കാൾ രൂക്ഷമായ രീതിയിലുള്ള ഭാഷയിലുള്ള പാട്ടുകൾ പണിപ്പുരയിലാണ്. ദുബായിൽ നിന്നും ക്യാമറമാൻ അനീഷിനൊപ്പം എൽവിസ് ടുമാർ, ജയ്ഹിന്ദ് ന്യൂസ്.